കെട്ടിട നികുതി, വീട്ടുകരം അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് ഇത് എങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് വളരെ ഈസി ആയിട്ട് ഓൺലൈനായി നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അടയ്ക്കുവാനായിട്ട് സാധിക്കും. അത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ഗൂഗിളിൽ പ്രോപ്പർട്ടി ടാക്സ് ഓൺലൈൻ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ സഞ്ജയ എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ക്വിക്ക് പേയ്മെൻറ്റ് എന്ന ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ സഞ്ജയയുടെ വെബ്സൈറ്റ് ഓപ്പണായി വന്നു. അവിടെ നിന്നും ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിൽ വരുന്നവർ സഞ്ജയിലല്ല കേസ് കയറിയാണ് കരമടയ്ക്കുന്നത്. ഇത് പഞ്ചായത്തിൽ വരുന്നവർക്ക് മാത്രമുള്ള സൈറ്റാണ്. അപ്പോൾ ലോക്കൽ ബോഡി നെയിം ഏതാണോ അതും സെലക്ട് ചെയ്യുക. വാർഡ് ഇയർ 2013 സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ വാർഡ് നമ്പറും അതേപോലെ നമ്മുടെ വീട്ട് നമ്പറും ഇത്രയും ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നത് കാണാം. എത്ര രൂപ അടയ്ക്കണമെന്നുള്ള ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ ഒരു ഇമെയിൽ ഐ ഡിയും ഒക്കെ ടൈപ്പ് ചെയ്ത് ആ നൽകിയിരിക്കുന്ന ക്യാപ്ചയും ഒന്ന് ടൈപ്പ് ചെയ്ത് നേരെ പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് കടക്കുന്നത്. ഇവിടെ നമുക്ക് UPO അല്ലെങ്കിൽ വേറെ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. ഫോണിലൂടെയൊക്കെ ആണെങ്കിൽ UPI ID അടിച്ചു കൊടുത്തോ അതല്ലെങ്കിൽ QR സ്കാൻ ചെയ്തോ ഒക്കെ നമ്മുടെ എത്രയാണോ കരമടയ്ക്കാനുള്ള തുക വരുന്നത് അത് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടു നികുതി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് നമുക്ക് കുറഞ്ഞ സമയത്തിൽ അടയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള പുതിയ വീഡിയോസും അതേപോലെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.